കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇൻട്രോ പറഞ്ഞത് ഞാനല്ല, പൊന്നുമാണ്. പൊന്നു എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാലേ നമ്മുടെ പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. പുതിയ വീട് പണിയുന്നുണ്ട്, പണി പകുതിയായി. അപ്പോൾ നമ്മൾ അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് എഴുതി ഇറങ്ങിയതാണ് കേട്ടോ. വീട്ടിലെ കാവൽക്കാരൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഓടിയത് ഞങ്ങളുടെ ഷില്ലിയാണ്, ഷില്ലിക്കുട്ടി. പിന്നെ ഒരാളും കൂടി ഉണ്ട്, കുഞ്ഞു. അവർ രണ്ടുപേരുമാണ് കേട്ടോ നമ്മുടെ കാവൽക്കാരെ. അപ്പം നമുക്ക് അപ്പുറത്തെ വീട് വരെ ഒന്ന് പോയേച്ചും വരാം. റബ്ബർ തോട്ടത്തേക്കിടെയാണ് കേട്ടോ വഴി. നമുക്ക് പോയിട്ട് വരാം. അതാ കുഞ്ഞു ഷില്ലിക്കുട്ടിയും കൂടെ മേലെ എന്തോ ഒരു ഒച്ച കേട്ട് വലിഞ്ഞു കയറിയത് കേട്ടോ അവിടെ. നമുക്കപ്പോൾ അവിടെ വരെ പോവാം. മഴയൊക്കെ വരാനുള്ള ലക്ഷണമുണ്ട് കേട്ടോ. ഈ കാണുന്ന മലങ്കര എസ്റ്റേറ്റിലെ റബ്ബറുകളാണ് കേട്ടോ. നമ്മുടെ വീട് മലങ്കര എസ്റ്റേറ്റിൻ്റെ അതിരിലാണ്. ദാ ഷില്ലിക്കുട്ടി മുന്നേ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞു മേലത്തെ നിരയിൽ കൂടെ പതിയെ വന്നുണ്ട്. ഞങ്ങളെവിടെ പോയാലും ഇവർ രണ്ടാളും മുന്നേ ഇറങ്ങും. അപ്പോൾ ടൗണിൽ പോവുകയാണെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ വരും കേട്ടോ. നല്ല ഉത്തരവാദിത്വമാണ്. ഷില്ലിക്കുട്ടി അങ്ങനെ മുന്നേ ഓടിപ്പോയി അവിടെ പോയി നിൽക്കുക കേട്ടോ. നമ്മളങ്ങോട്ട് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. പോണ വഴിക്ക് ഒരു പൂ കണ്ടിട്ടോ, കാണിച്ചു തരാവേ. കണ്ടോ, നല്ല രസമില്ലേ? എൻ്റെ പേരൊന്നും അറിയില്ല. ഇന്ന് പൊന്നു കൊണ്ട് കൂടെ. പൊന്നു ഉറക്കത്തിലായിരുന്നു കേട്ടോ. പൊന്നു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പൊന്നിനെ വിളിച്ചപ്പോൾ വന്നതാണേ. പൊന്നും കൂടെ ഉണ്ടെന്ന്. ഇതാണ് നമ്മളങ്ങോട്ട് പോകുന്ന വഴിയേ. പൊന്നും ഷില്ലിക്കുട്ടിയും കൂടെ മുന്നേ പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പണിയുന്ന വീട്. നമുക്ക് പയ്യെ വീട്ടിലോട്ട് പോവാം. പൊന്നു മുന്നേ അങ്ങ് പോയി. പക്ഷെ അവിടെ ചെന്ന് തിരിഞ്ഞ് നിൽക്കുവാണേ. ഇതാട്ടോ വാർക്കയുടെ മേളിൽ കയറാനുള്ള തട്ടടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതാ പണി സമയത്ത് കോൺക്രീറ്റും കൊണ്ട് കയറാൻ വേണ്ടി അടിച്ചതാണ്. പൊന്നു ആദ്യമേ തന്നെ വന്ന് കയറി. ഞാനും ഒന്ന് കയറട്ടെ. അങ്ങനെ നമ്മൾ വീടിൻ്റെ വാർക്ക മുകളിൽ എത്തിയിരിക്കുകയാണ്. പൊന്നുകൂടെ വാർക്കപ്പുറത്ത് കയറിയിട്ട് നിൽക്കുവാണേ. ഇതാണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ. നല്ല പച്ചപ്പും മരങ്ങളും. ഇത് ഞങ്ങളുടെ വീട്ടിലെ ആത്തമരമാണ് കേട്ടോ. പുളിമരം, പപ്പായ, പ്ലാവുണ്ട്. പപ്പായൊക്കെ നിറയെ കുരങ്ങന്മാർ വന്ന് നശിപ്പിച്ചു. ദൂരെ മലകൾ കണ്ടു. അത് ഉപ്പുകുന്ന് മലകളാണേ. ഉപ്പുകുന്ന് മലയുടെ ഒരു ഭാഗമാണ്. ആ ഇപ്പോൾ കാണുന്ന മലയുടെ താഴ്വാരത്തായിട്ടാണ് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്, അമ്മ വീട്. ഈ കാണുന്നത് ഫുള്ള് മലങ്കര എസ്റ്റേറ്റാണ് കേട്ടോ. ഈ കാണുന്നത് ഫുള്ളും മലങ്കര എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്. ഈ കാണുന്നത് അവിടെ ഇപ്പോൾ റബ്ബർ മരം മുറിച്ച് റീപ്ലാന്റ് ചെയ്യുന്നു. അവിടെ പൈനാപ്പിൾ കൃഷി കൂടിയുണ്ട്. ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഈ മരം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിപ്പോൾ നമുക്കൊക്കെ ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് തൈ തരില്ലായിരുന്നു. അങ്ങനെ തന്നൊരു തൈയാണ്. ഉങ്ങുമരത്തിൻ്റെ തൈയായിരുന്നു. അതിപ്പോൾ വലിയ മരമായിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പഠിച്ചപ്പോൾ കിട്ടിയ തൈയായിരുന്നു. പിന്നെ ടാങ്കിൽ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട് അമ്മ. നമുക്ക് ടാങ്ക് മൂടി തന്നെ വെച്ചേക്കാം. അങ്ങനെ ഞങ്ങൾ വാർക്കയുടെ മുകളിൽ നിന്നും താഴെ ഇറങ്ങി. പൊന്നു അതാ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി.
ഒരു കറിവേപ്പുണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം തൈ മുളച്ച് ഒത്തിരി കറിവേപ്പിൻ തൈ ഇവിടെ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു കറിവേപ്പ് ഉണ്ടായിരുന്നു, അത് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞപ്പം അതൊക്കെ പോയി, അത് ഉണങ്ങിപ്പോയി. പിന്നെ അത് വെട്ടിക്കളഞ്ഞു. ഇപ്പം തൈ ഇഷ്ടം പോലെ ഉണ്ട്. ആടലോടകം, ആവശ്യത്തിന് ആടലോടകം ഉണ്ട് കേട്ടോ. നമുക്ക് വീടിൻ്റെ അകമൊന്ന് കയറി നോക്കാം. പണി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഗൈസ് എൻ്റെ മുറി. ഇവിടെ കുറേ പണി സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുട്ടായിപ്പോയി. ഇന്ന് ഈ ജനലൊന്നും ഇല്ലായിരുന്നു, പുതിയതായിട്ട് വെച്ചതാണ്. ഇതാ നമ്മൾ അടുക്കളയുടെ ജനലിൽ കൂടി നോക്കിയാൽ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. റബ്ബർ തോട്ടത്തിലേക്കാണ് നമ്മുടെ വ്യൂ. ഇത് ആത്തമരത്തിൽ ആത്തക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ആത്തക്കായുടെ വീഡിയോഗ്രാഫർ പൊന്നുവാണേ. അതൊരു പാറയിൽ കയറിയിട്ട് വേണമായിരുന്നു എടുക്കാൻ. പാറയിൽ കയറാൻ വയ്യാത്തതുകൊണ്ട് ഇന്നത്തെ ആത്തക്കായുടെ വീഡിയോ എടുത്തത് പൊന്നുവാണ്. പൊന്നു നല്ല ഭംഗിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. പപ്പായയുടെ ഇലയെല്ലാം വന്ന് കുരങ്ങന്മാർ നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് കുരങ്ങന്മാർ വന്ന് നശിപ്പിക്കുന്നതുകൊണ്ട് പപ്പായ നമ്മൾ കായും എടുക്കാറില്ല. പുളിമരത്തിൽ പുളിയൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല മഴക്കാർ കയറിയിട്ടുണ്ട്. എപ്പോൾ വേണേലും മഴ പെയ്യാം. നല്ല കറുത്തിരുണ്ട മഴക്കാർ. ഇന്ന് മഴ പെയ്യും. നല്ലോണം ഇരുണ്ട് മൂടി കേട്ടോ ആകാശം. അങ്ങനെ സൂം ചെയ്ത് വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. ആ കാണുന്ന ആ ഒരു ഭാഗമാണ് നമ്മുടെ തൊടുപുഴ. തൊടുപുഴയുടെ ഭാഗമാണ് കാണുന്നത്. മഴക്കാറൊക്കെ വരുന്നതുകൊണ്ട് ഞാനും പൊന്നും കൂടെ തിരിച്ചു പോകാമെന്ന് വെച്ചു. പൊന്നു മുന്നേ ഇറങ്ങി. പൊന്നുൻ്റെ പടയാളികളും ഒരു കുഞ്ഞും ഷില്ലിക്കുട്ടിയും കൂടെ അവിടെ കിടന്ന് കളിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.